ഡൽഹി രോഹിണിയിൽ വൻ തീപിടുത്തം 2 കുട്ടികൾ മരിച്ചു. 800-ലധികം കുടിലുകൾ കത്തി നശിച്ചെന്നും പ്രാഥമിക വിവരം. രക്ഷാപ്രവർത്തനത്തിന് 20ഓളം ഫയർ എഞ്ചിനുകൾ സ്ഥലത്തുണ്ട്. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യാണ് ചേരുന്നത്. മനീഷ്, ചെറുതും വലുതുമായ നിരവധി അപ്പാർട്ട്മെന്റുകളും ചേരികളും ഒക്കെയുള്ള സ്ഥലമാണ് ഈ തീപിടുത്തമുണ്ടായ രോഹിണി സെക്ടർ 17 എന്ന് പറയുന്നത്. 800-ലധികം കുടിലുകൾ കത്തി നശിച്ചെന്ന് പറയുമ്പോൾ തന്നെ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാവുകയാണ്. എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? അരണ്യ, വലിയൊരു അപകടം തന്നെയാണ്. ഇന്ന് ഏകദേശം 11:55 ഈ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട വിവരം ഫയർഫോഴ്സിന് ലഭിക്കുന്നത്. അതിനെ തുടർന്ന് അവരവിടേക്ക് എത്തുമ്പോൾ ഇതൊരു ഈ രോഹിണി സെക്ടർ 7 എന്ന് പറയുമ്പോൾ ഒരു ചേരി പ്രദേശമാണ്. അവിടേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതിനൊക്കെ ചില പരിമിതികളുണ്ട്. കാരണം അത്രയേറെ വാഹനങ്ങൾക്ക് ഒരുമിച്ച് അങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഫയർഫോഴ്സിന് എത്താൻ വേണ്ടി കുറച്ച് കാലതാമസമുണ്ടായി. അതിനുശേഷമാണ് ഇതൊരു വലിയ തീപിടുത്തമാണെന്ന് തിരിച്ചറിയുന്നതും ആദ്യം പോയ 5 യൂണിറ്റുകൾക്ക് പുറമെ 20ഓളം യൂണിറ്റുകളുടെ വീണ്ടും അവിടേക്ക് എത്തുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ശ്രമത്തിനൊടുവിൽ ഏകദേശം 3:30 തന്നെ തീ ഏകദേശം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇത്രയേറെ കുടിലുകൾ കത്തി നശിച്ചുകൊണ്ട് തന്നെ അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. കാരണം ഈ ചൂട്, ഈ തീ പിടിച്ചതിൻ്റെ ചൂട് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവിടേക്ക് ഈ രക്ഷാപ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അങ്ങനെ ഈ തീ അണച്ചതിന് പിന്നാലെ നടത്തിയ തെരച്ചിലാണ് ഈ 4 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള 2 കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തത്. ഇവരുടെ മൃതദേഹം പൂർണ്ണമായ രീതിയിൽ വെന്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഈ വെന്താണ് മരിച്ചത്. അങ്ങനെ 2 പേരുടെ മൃതദേഹം ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് വരുന്നേ. കാരണം ഒരു തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രദേശത്തേക്ക് രക്ഷാസംഘത്തിന് കടന്നു ചെല്ലാനും അവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കിയിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനും കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് തീ പിടിച്ചതിനുള്ള കാരണവും ഇതുവരെ വ്യക്തമായിട്ടുള്ള അതിനടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. പ്രാഥമിക വിവരപ്രകാരം ഏകദേശം 800ഓളം വീടുകൾക്കാണ് നിലവിൽ തീ പിടിച്ചിരിക്കുന്നത്. കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക്, അതായത് ഈ വീടുകളിലേക്ക് കടന്നു ചെല്ലുന്നതിന് ചില തടസ്സങ്ങൾ നിലവിൽ ഇപ്പോഴും നേരിടുന്നുണ്ട്. അതുകൂടി പരിഹരിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു കൂളിംഗ് പ്രോസസ്സ് പൂർത്തിയായെങ്കിൽ മാത്രമേ അവിടേക്ക് കടന്നു ചെല്ലാനും കൂടുതൽ ആളുകൾ അവിടെ എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെന്ന് അടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അരണി, എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത് മനീഷ് ഐഷ മാത്യുവാണ്.